കാർത്തിക നക്ഷത്രം. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിന്റെ കാൽഭാഗം മാത്രമാണ് മേടത്തിലുള്ളത്. പിന്നെ മുക്കാൽ ഭാഗവും ഇടവത്തിലാണ് നമുക്കുള്ളത്, ഇടവക്കൂറിലാണ്. അപ്പോൾ കാൽഭാഗം ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് 7.5 ശനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ശനീശ്വരൻ 12-ൽ വന്നു, രാഹു 11-ൽ പോയി. അപ്പോൾ ഈ ഗുണങ്ങൾ നമുക്ക് കയറ്റിറക്കങ്ങളായിട്ട് വരുന്ന പറയാം. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് ദോഷമൊന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാലയളവാണ്. ശനീശ്വരൻ 12-ലാണ്. പക്ഷെ അതേപോലെ തന്നെ കാർത്തികയുടെ ഇടവത്തിലുള്ള മുക്കാൽ ഭാഗത്തിൽ അവർക്കാണെങ്കിൽ ശനീശ്വരൻ 11-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഭാവമാണ്. വ്യാഴം 2-ലേക്ക് വന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത്രയും കൂടി നല്ല ഒരു ഫലമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് അവര് എപ്പോഴും ശനീശ്വരനെ നന്നായിട്ട് നോക്കുക. അവരും കർമ്മത്തിൽ നോക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു 10-ൽ പോയി. അപ്പോൾ രാഹു എപ്പോഴും കർമ്മം നോക്കുമ്പോൾ ശനിയുടെ രാശിയാണ് കുംഭം രാശിയെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. പിന്നെ 11-ൽ ഉള്ള ശനീശ്വരൻ നിങ്ങൾക്ക് ധനങ്ങളെ ധാരാളം വർദ്ധിപ്പിച്ചു തരും. വീടൊക്കെ വെക്കാത്തവർക്കാണെങ്കിൽ വീടൊക്കെ പെട്ടെന്ന് ശരിയാവാനും, പിന്നെ പഴയ വീടുകൾ വാങ്ങുക, വിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ് രംഗത്തൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു പുരോഗതിയാണ് ഈ കാർത്തിക നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗത്തിലുള്ള ഇടവക്കൂറുകാർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 2 ഭാവങ്ങളിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാരായതുകൊണ്ട് മേടത്തിൽ നിൽക്കുന്നവരും ഇടവത്തിൽ നിൽക്കുന്നവരും വളരെ ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ട് പോവുക. ഒരു ശിവന്റെ അമ്പലത്തിൽ പോവുക, പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക. പിന്നെ ഗണപതിക്ക് കറുകമാല കൊടുക്കുക. എന്നുവെച്ചാൽ ടെൻഷൻ ഇതൊക്കെ വരുമ്പോൾ ആ കറുകയുടെ മാല കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി മാനസികമായിട്ട് നമുക്കൊരു ഇത് വരും, ശരീരത്തിനൊരു തണവ് അതൊക്കെ വരാം. പിന്നെ ദേവീക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിൽ പോവുക. ദേവീക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിൽ എല്ലായിടത്തൊക്കെ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക.